എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യത്തിനുള്ള രഹസ്യമാണ്. കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത് റോണ്ടയുടെ ഒരു അനുഭവമാണ്. അവർ രഹസ്യത്തിലൂടെ കാഴ്ചശക്തി എങ്ങനെ വീണ്ടെടുത്തു എന്നതാണ് കഴിഞ്ഞ ദിവസം വായിച്ചത്. രഹസ്യത്തിലെ ആചാര്യന്മാരിൽ ഒരാളായ ഡോക്ടർ ബെൻ ജോൺസനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ കാഴ്ച 3 ദിവസം കൊണ്ട് ഈ വിധം മാറണമെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചിരിക്കണം എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞു, ഇല്ല, അതറിയാതിരുന്നത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അറിയാത്തതിനാൽ അത് എങ്ങനെ സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചില്ല. എനിക്കത് സാധിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് അത് വേഗത്തിൽ സാധ്യമായി. ചില സന്ദർഭങ്ങളിൽ ആവശ്യത്തിൽ കൂടുതൽ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഡോക്ടർ ജോൺസൺ സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു മാറാവ്യാധിയെ ഇല്ലാതാക്കിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ കഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ കാഴ്ച ശരിയാക്കിയത് അത്ര വലിയ കാര്യമായി തോന്നിയില്ല. വാസ്തവത്തിൽ എൻ്റെ കാഴ്ച രായ്ക്ക് രാമാനം ശരിയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതിനാൽ 3 ദിവസം കൊണ്ട് കാഴ്ച ശരിയായത് ഒരു അത്ഭുതമായി കണക്കാക്കാൻ എനിക്ക് കഴിയില്ല. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം സമയം, വലിപ്പം എന്നീ കാര്യങ്ങളില്ല എന്ന് നാം ഓർക്കണം. ഒരു മുഖക്കുരു ഇല്ലാതാക്കുന്നതും ഒരു മാറാരോഗം മാറ്റുന്നതും ഒരേപോലെ എളുപ്പമാണ്. പ്രക്രിയ രണ്ടിലും ഒരുപോലെയാണ്. വ്യത്യാസം നമ്മുടെ മനസ്സിലാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗത്തെ നിങ്ങളിലേക്ക് ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ അതിനെ ഒരു മുഖക്കുരുവിനോളം ചെറുതായി കാണുക. എല്ലാ നിഷേധ ചിന്തകളെയും ഒഴിവാക്കുക. ഉത്തമമായ ആരോഗ്യം എന്നതിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുക. ഇനി ഇവിടെ ഒരു സബ് ടൈറ്റിലുണ്ട്. അതിങ്ങനെയാണ്, സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗം എന്നൊന്നില്ല. ഡോക്ടർ ജോൺ ഡിമാർട്ടിനി ഇങ്ങനെ പറയുന്നു, ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് ഭേദമാകാവുന്നത് എന്നാണർത്ഥം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗം എന്നൊന്നില്ല എന്നത് എൻ്റെ അറിവും വിശ്വാസവുമാണ്. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതൊരു മാറാവ്യാധിയും സുഖപ്പെടും. എൻ്റെ മനസ്സിൽ ഞാൻ സൃഷ്ടിക്കുന്ന ലോകത്ത് മാറാവ്യാധി എന്നൊന്നില്ല. ഈ ലോകത്ത് ധാരാളം സ്ഥലമുണ്ട്. നിങ്ങൾക്കും കടന്നു വരാം. ഇവിടെയുള്ളവരോടൊപ്പം ചേരാം. എല്ലാ ദിവസവും അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണിത്. നിറഞ്ഞു കവിയുന്ന സമൃദ്ധിയുടെ ലോകം. ഇവിടെ എല്ലാ നന്മകളും നിലനിൽക്കുന്നു. നിങ്ങൾക്കുള്ളിൽ തന്നെ സ്വർഗം പോലെ തോന്നുന്നു, അല്ലേ? ശരിയാണ്, ഇത് സ്വർഗം തന്നെയാണ്. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്